എന്നുള്ളത് കൊണ്ട് മറ്റുള്ളതൊന്നും നിർത്താനും പറ്റൂലല്ലോ. പെട്രോൾ അടിക്കണം, ഫോൺ ബില്ല് അടക്കണം, വീട്ടിലെ ചെലവാണ് കേൾക്കണം കേട്ടോ, അതെല്ലാം ചെയ്യണ്ടേ. നമുക്ക് കിട്ടുന്ന പൈസ അതിന് തികയില്ലായിരുന്നു. ഇത് അടക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ പലതും നോക്കിയിരുന്നു. പക്ഷെ എന്തെങ്കിലും വഴി ഉണ്ടാവും എന്ന് വിചാരിക്കുക. നമ്മളിതുവരെ ആരെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ലല്ലോ. എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടാവും. നേതൃത്വമൊക്കെ വിളിച്ചിരുന്നേ, പക്ഷെ ഞാനങ്ങനെ സഹായിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് പാർട്ടിയോട് അങ്ങനെ പറയുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ഓരോ വ്യക്തികളും ഉണ്ടാക്കി വെക്കുന്ന ബാധ്യതകൾ മുഴുവൻ പാർട്ടി ഏറ്റെടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അദ്ദേഹം എത്ര സിമ്പിളായിട്ടാണോ ഓരോ വ്യക്തികൾ ഉണ്ടാക്കി വെക്കുന്ന ബാധ്യത എന്ന് അദ്ദേഹത്തെ മാറ്റിക്കളഞ്ഞെന്ന് ആലോചിച്ച് നോക്കി. ഒരു സാധാരണ മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് താൻ എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. സുഹൃത്തുക്കളെ, CH മുഹമ്മദ് കോയ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ അത് വളരെ മോശമാണ്. അങ്ങനെ കേട്ടിട്ടില്ലെങ്കിൽ വളരെ മോശമാണ്. C എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ആണെന്നും, H എന്നുള്ള വാക്ക് ഹിന്ദു എന്നാണെന്നും, മുഹമ്മദ് എന്നത് മുസ്ലിം എന്നാണെന്നും, ഇത് മൂന്നും ചേർന്ന ഒരു മനുഷ്യനാണ് CH മുഹമ്മദ് കോയ എന്ന് പറയുന്നൊരു വിളിപ്പേര് മുസ്ലിം ലീഗിലെ ആ ഒരു നേതാവിനുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഒരുപക്ഷെ അനിതര സാധാരണമായിട്ടുള്ള നർമ്മ ശൈലികൾ, അദ്ദേഹത്തിന്റെ വാക്ക് രീതികൾ, പ്രയോഗ രീതികളൊക്കെ ഇപ്പോഴും മുസ്ലിം ലീഗിനെ ആ ഒരു വാക്കിന്റെ പ്രേതം പിടികൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് പ്രേതം പിടികൂടൽ വളരെ മോശമായിട്ടുള്ളൊരു പിടികൂടലല്ല. മുസ്ലിം ലീഗിനെ വളരെയധികം തന്മയത്വത്തോടു കൂടി കാണാൻ കഴിയുന്ന രീതിയിൽ CH മുസ്ലിം ലീഗിനെ മാറ്റിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിലായിരുന്നു CH മുഹമ്മദ് കോയ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്നത്. വളരെ കുറഞ്ഞ കാലം, എനിക്ക് തോന്നുന്നത് ഒരു 2 മാസത്തെ 60 ദിവസത്തൊക്കെ എങ്ങാണ്ടൊക്കെ വളരെ കുറഞ്ഞ കാലയളവിൽ മുഖ്യമന്ത്രിയായിട്ട് കൂടി നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് CH. ഞാനിതൊക്കെ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് ആ CH എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന, ഏറെക്കാലം മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന, MLA ആയിരുന്ന ഒരു മനുഷ്യന്റെ മകനാണ് ഈ ഇരുന്ന് പറയുന്നത്. നമ്മളൊക്കെ രാഷ്ട്രീയക്കാരെ പറ്റിയിട്ട് എന്താ പറയാറുള്ളത്? അവർക്ക് പലയിടത്തും ബിനാമിയിൽ പണമുണ്ട്, അവർക്ക് പലയിടത്തും നീക്കിയിരിപ്പുണ്ട്, പലയിടത്തും ബിനാമി സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വലിയ നേതാവിന്റെ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിരുന്നു അല്ലെ, പല രാഷ്ട്രീയക്കാരെ കുറിച്ചും. അങ്ങനെയൊക്കെ ഒരുപക്ഷെ ഇദ്ദേഹത്തെക്കുറിച്ചും ചിന്തിച്ചു പോയിട്ടുണ്ടാവും നമ്മളിൽ പലരും. അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു മനുഷ്യന്റെ മകനാണ് ഇദ്ദേഹം. ഇദ്ദേഹം ഒരു ഡോക്ടറാണ്. എന്നതിനേക്കാൾ കൂടുതൽ മുനീർ സാഹിബിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് എനിക്ക് ഈ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതലൊക്കെ ഇഷ്ടമായത്. ഫാഷിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടാണ് എനിക്ക് ഈ മനുഷ്യൻ ആദ്യമായിട്ട് ഗാന്ധിയുടെ കൊലപാതകത്തെക്കുറിച്ചിട്ടും ഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം പ്രതികൾ അന്ന് കോടതിയിൽ പോയി പറഞ്ഞ കൊലപാതക റീസൺസിനെ കുറിച്ചിട്ടൊക്കെ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. ആ ഒരു പുസ്തകത്തോട് കൂടിയിട്ടാണ് എനിക്ക് ഈ ഒരു മനുഷ്യനോടൊക്കെ അന്ന് സ്നേഹം തോന്നുന്നത്. ഒരുപക്ഷെ രാഷ്ട്രീയക്കാരെന്ന നിലയ്ക്ക് കൂടുതൽ ആദ്യം ഞാൻ മനസ്സിലാക്കിയത് ആ ഒരു പുസ്തകത്തിലൂടെയായിരുന്നു ഈ സാഹിബിനെ. ഞാനൊക്കെ ആലോചിച്ച് നോക്കിയൊരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ളൊരു സമുന്നതനായിട്ടുള്ളൊരു നേതാവിൻ്റെ, മുഖ്യമന്ത്രിയുടെ, MLA-യുടെ മകനായിട്ട് പോലും ജീവിതത്തിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ലല്ലോ ഈ ഒരു മനുഷ്യൻ എന്നാണ്. അദ്ദേഹത്തിന് പിതാവും സമ്പാദിച്ചിട്ടില്ല. അദ്ദേഹത്തിന് പിതാവ് മരിക്കുന്ന സമയത്ത് ഹൈദരാബാദിൽ എങ്ങാണ്ട് ഒരു വീടും സ്ഥലം ഉണ്ടായിരുന്നു. അത് കടത്തിലായിട്ട് പിന്നീട് അത് കടത്തിലാവുന്നതും ഭയങ്കര രസകരമാണ്. എന്തു വെച്ചാൽ ചന്ദ്രിക എന്ന് പറയുന്ന പത്രം നടത്തിക്കൊണ്ടുപോകാൻ സാമ്പത്തികമില്ലാതെ വന്നപ്പോൾ അത് ആ സാമ്പത്തികം കണ്ടെത്താനും വേണ്ടിയിട്ട് ആരോടെങ്കിലും പറയുകയോ പാർട്ടിയോട് പറയുകയോ ചെയ്യാതെ CH മുഹമ്മദ് കോയ സ്വന്തം പറമ്പും മറ്റൊക്കെ പണയപ്പെടുത്തിയിട്ടാണ് ആ ഒരു പത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന് ആലോചിച്ച് നോക്കണം. പാർട്ടി പത്രമാണ്, അത് എൻ്റെ കൂടി ബാധ്യതയാണ് എന്ന് ചിന്തിച്ചൊരു മനുഷ്യനായിരുന്നു CH. അപ്പൊ എന്തൊരു മഹോന്നതനായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ആ ഒരു ചങ്ങാതിക്ക് ഉണ്ടായിരുന്നെന്ന് ആലോചിച്ചൊക്കെ. പല ട്രോളുകൾ കൊണ്ടും നിറയപ്പെട്ട ഒരു മനുഷ്യനാണ്. പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെയാണ്. ഇദ്ദേഹത്തിന്റെ മരണത്തോടൊക്കെ അനുബന്ധിച്ചിട്ടാണ് നമ്മുടെ കേരളത്തിന് പുറത്ത് പഠിച്ചിരുന്ന മകൻ കേരളത്തിലേക്ക് വരികയും
കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠനം തുടരുകയൊക്കെ ചെയ്തത്. ഒരു പക്ഷേ ഈ ചങ്ങാതി പഠനം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഡോക്ടറായിട്ട് MD മറ്റൊക്കെ എടുത്ത് ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു കാലഘട്ടം ആകുമ്പോഴേക്കും ഏതെങ്കിലും ഒരു വലിയ ഹോസ്പിറ്റലിന്റെ അധിപനായിട്ട് മാറുകയോ ഒരു 3-4 തലമുറയ്ക്ക് ഉള്ളത് ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്യുന്ന ഒരു ഡോക്ടറായിട്ട് മാറിയേക്കാം. ഞാനത് മാറിയേക്കാം എന്ന് പറയുന്നത് CH മകനായതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ളതുകൊണ്ടാണ്. കാരണം അതേ ചോരയല്ലേ, എല്ലാവർക്കും എല്ലാം കൊടുത്ത ശീലമുള്ളൊരു മനുഷ്യനല്ലേ. അപ്പോൾ അതേ ചോരായതുകൊണ്ട് ഒരു പക്ഷേ അങ്ങനെ ചെയ്യാനും സാധ്യതയില്ല. അതും ഒരു ആതുര ശുശ്രൂഷകനായിട്ട് മാറുന്ന ഒരവസ്ഥ മാത്രമായിരിക്കും ഇദ്ദേഹം ചെയ്യുക എന്നുള്ളതാണ്. അതീവ സുന്ദരനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ. ഇദ്ദേഹത്തൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഇദ്ദേഹം രാഷ്ട്രീയപരമായിട്ട് പലയിടത്തും മത്സരിക്കുമ്പോൾ CH മകനെ കാണാൻ വേണ്ടി മാത്രം ആളുകൾ തിങ്ങിക്കൂടുമായിരുന്നു. അത്രേ സുന്ദരക്കുട്ടപ്പനായിട്ടുള്ള ഈ ഒരു മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട് തിങ്ങിക്കൂടുമായിരുന്നു. അങ്ങനെയുള്ള ആ സുന്ദരക്കുട്ടപ്പനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ ഒരു സമയത്ത് അസുഖം ബാധിച്ച് ശരീരം ശോഷിച്ച് നമുക്ക് മുമ്പിൽ 58 ലക്ഷത്തിന്റെ കടക്കാരനായിട്ട് നിൽക്കുന്നത്. കോഴിക്കോടെയുള്ള ഒരു എന്താ പറയാ സ്ഥാപനത്തിൽ നിന്നാണ് ഇദ്ദേഹം കടമെടുത്തിട്ടുള്ളത്. കോഴിക്കോട് ഒരു സഹകരണ സ്ഥാപനത്തിൽ നിന്നാണ് കാലിക്കറ്റ് ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 58 ലക്ഷം. അത് എന്താ പറയാ അച്ഛന്റെ പിതാവിന്റെ വീടായിട്ടുള്ള തറവാട് വീടായിട്ടുള്ള ക്രസന്റ് ഹൗസ് ആണ് അതിനകത്ത് നോട്ടീസ് പതിച്ചിട്ടുള്ളത്. ആ ക്രസന്റ് ഹൗസ് അങ്ങനെ ഒരു അവസ്ഥ വരരുതെന്ന് ഞാൻ അറിഞ്ഞെടുത്തോളം ആ ബാങ്കും ആഗ്രഹിക്കുന്നുണ്ട്. ബാങ്കിന്റെ ചുമതലയിൽ ലീഗുകാരും കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് ഇത് ഏറെ സമയമായി ഞങ്ങൾ ഇതിങ്ങനെ അതിനൊരു ബാങ്ക് നോട്ടീസ് പതിപ്പിക്കരുത്, CH വീടിന് ഒരു ബാങ്ക് നോട്ടീസ് പതിപ്പിക്കരുതെന്നുള്ള ആഗ്രഹം കൊണ്ട് ഏറെയായി ഞങ്ങൾ നീട്ടി കൊണ്ടുവന്നു. പക്ഷെ ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ ഒരു നമ്മുടെ ചരിത്രത്തിൽ ഇടം പിടിച്ചു നിൽക്കുന്ന ഒരു വലിയ നേതാവിൻ്റെ ഒരു വലിയ മനുഷ്യനാണ് കടം നിറഞ്ഞ് ആ വീട് നഷ്ടപ്പെടാനുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയക്കാർ ചിലർ എല്ലാവരും പോലെയല്ല എന്നുള്ളതാണ്. എല്ലാവരെയും പോലെയല്ല. ചിലരെങ്കിലൊക്കെ മാറ്റമുണ്ട്. ആ ചിലരെങ്കിലും നമ്മളെപ്പോലെ അതീവ സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണ്. ഈ അടുത്ത കാലത്ത് അദ്ദേഹം മത്സരിക്കാൻ പോലും തീരുമാനിച്ചത് എന്തെന്നപ്പോൾ ഞാൻ ആലോചിച്ചു പോകുന്നത്. കാരണം മാസം കിട്ടുന്ന ഒരു തുക ഉണ്ടല്ലോ, ആ തുകയ്ക്ക് വേണ്ടിയിട്ട് കൂടിയായിരിക്കില്ലേ അല്ലേ? മാസം കിട്ടുന്ന ഒരു തുക കൊണ്ട് ജീവിതം മുന്നോട്ട് പോകാനെങ്കിലും സാധിക്കുമെന്നുള്ളൊരു തോന്നല് കൂടി പുറത്തായിരിക്കില്ലേ? അല്ലാതെ വെറുമൊരു സ്ഥാനമോഹമായിരിക്കില്ലല്ലോ. ഈ അടുത്ത് ഞാൻ മുസ്ലിം ലീഗിന്റെ ഒരു പേജിൽ കൂടി ഇദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം കേട്ടു. അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ഒരു ഫയർ ഫോഴ്സിന് എൻ്റെ ഒരു ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വികാരഭരിതനായിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ആ വൈകാരികമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് സ്വന്തം വീട്ടിലേക്ക് എന്തെങ്കിലും വേണമെന്നോ തൻ്റെ വീട്ടിലത്തെ കടം തിരിച്ചടയ്ക്കണമെന്നോ ഒന്നുമല്ല അദ്ദേഹം അവിടെ പോയി സംസാരിക്കുന്നത്. അവിടെ സംസാരിക്കുന്നത് തൻ്റെ നാട്ടിലെ ഒരു വലിയ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നൊരു രണ്ടാം തരം പൗരനായിട്ടാണോ ഗവൺമെന്റ് കരുതിയിട്ടുള്ളതടക്കം ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ എന്തിനേറെ നോക്കൂ, പാർട്ടിയോട് ഞാൻ പറഞ്ഞിട്ടില്ല. പാർട്ടിയോട് ഞാൻ പറഞ്ഞാൽ എല്ലാവരുടെയും ബാധ്യത ഇങ്ങനെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ബാധ്യത തീർക്കേണ്ട പരിപാടിയാവില്ലേ നമ്മുടെ പാർട്ടിക്ക് ഉണ്ടാവുക. ഇങ്ങനെ എല്ലാവരിലാണ് അദ്ദേഹം അയാളെ കരുതിയിട്ടുള്ളത്. സാധാരണ പ്രവർത്തകനായിട്ടാണ് കരുതിയിട്ടുള്ളത്. ഇയാൾ അങ്ങനെ എല്ലാവരും അല്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗാണ്, നമ്മുടെ ഗവൺമെന്റാണ്. CHന്റെ മകന്റെ ബാധ്യതകൾ തീർത്ത് അദ്ദേഹത്തെ സ്വതന്ത്രമാക്കേണ്ടത് നമ്മുടെ കൂടി ചുമതലയാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. എന്താണോ എനിക്കിങ്ങനെ തോന്നുന്നറിയില്ല. പക്ഷേ ഇവരുടെ ചരിത്രമൊക്കെ വായിച്ചു നോക്കുന്ന സമയത്ത് ഈവൻ ഇദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു CH. അന്ന് ഈ മുസ്ലിം പെൺകുട്ടികളൊക്കെ പഠിക്കാൻ പോകുമെന്ന് പറഞ്ഞ കാര്യം വലിയ കഷ്ടമാണ്, പറഞ്ഞേക്കില്ല. അതെന്തോ വലിയ തെറ്റാന്നൊക്കെ ചിന്തിക്കുന്ന കാലഘട്ടം. ആ സമയത്താണ് സ്കൂൾ കുട്ടികൾക്കും മറ്റൊക്കെ വേണ്ടിയിട്ടൊക്കെ സ്കോളർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്കോളർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രയോ ഹിന്ദു കുട്ടികളെ, ക്രിസ്ത്യൻ കുട്ടികളെ, അതിൽ 1-2 മുസ്ലിം കുട്ടികളെ മാത്രമാണ് പഠിപ്പിക്കാൻ കിട്ടിയുള്ളൂ. അതൊക്കെ ചെയ്തൊരു ചങ്ങാതിയാണ്. വിദ്യാഭ്യാസം വേണം, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണമെന്ന് വാശി പിടിച്ചൊരു മനുഷ്യനും കൂടിയാണ്. അങ്ങനെ അത്രയ്ക്കൊരു വിഷണറി ആയിരുന്നു എന്നർത്ഥം. എങ്കിലാണ് മുസ്ലിം സമൂഹം
വളരുകയുള്ളൂ, അവർക്ക് ഭൗതികമായിട്ടുള്ള മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ചിന്തിച്ചൊരു മനുഷ്യനാണ്. അന്നൊരു പക്ഷേ ഒരു പക്ക നമ്മളിപ്പോൾ ഇപ്പോഴൊക്കെ കാണുന്ന ചില ലോക്കലൈസ്ഡ് മുസ്ലിം മതചിന്താഗതിയിലുള്ള ഒരാളായിട്ട് മാറിപ്പോകാൻ ഒന്നും അദ്ദേഹം തുനിഞ്ഞില്ല. അദ്ദേഹം ഏറ്റവും മുന്നോട്ട് തന്നെ ചിന്തിച്ചു പോയി എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യൻ്റെ മകനാണ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടപ്പോൾ വളരെ വിഷമം തോന്നിപ്പോയി. എന്തായാലും ആ ഒരു വീട് നഷ്ടപ്പെടില്ല, അതങ്ങനെ നഷ്ടപ്പെടുത്താൻ പാടില്ല. അത് ചരിത്രത്തിൽ ഇടം നേടിയ ഒരു മനുഷ്യൻ്റെ വീടാണ്. ആ വീടങ്ങനെ നഷ്ടപ്പെടുത്തി പോവാൻ മുസ്ലിം ലീഗുകാർ തന്നെ സമ്മതിക്കാൻ പാടില്ല എന്നതാണ്. അതിനെ ഏറ്റെടുത്തിട്ട് ആ ഒരു മനുഷ്യന് അത് തിരികെ കൊടുക്കേണ്ടത് ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആ ഒരു മനുഷ്യനോട് ചെയ്യുന്ന സ്നേഹത്തിൻ്റെ കൂടിയൊരു പ്രതിഫലനമായിട്ട് മാറുമെന്നാണ്. എന്തായാലും അത് മുസ്ലിം ലീഗ് ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് 58 ലക്ഷം എന്നൊക്കെ പറയുന്നത് വളരെ തുച്ഛമായ തുക എന്നുകൂടി ഞാൻ കരുതുന്നു. എല്ലാ ബാധ്യതകളും 58 ലക്ഷത്തിൻ്റെ ബാധ്യത മാത്രമാവില്ല ചിലപ്പോൾ ഉണ്ടാവുക. അസുഖത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് ചിലവൊക്കെ ഉണ്ടായില്ലേ. എല്ലാ ബാധ്യതകളും മാറ്റിയെടുക്കേണ്ട ചുമതല കൂടി ഉണ്ട് എന്ന് വിചാരിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇത് പറയാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, അതുകൊണ്ടാണ്. ബായ്. ഒരു മിനിറ്റ്, ഞാൻ ഈ പാർട്ടിക്കാരനല്ല, ഞാൻ മുസ്ലിംകാരനല്ല കേട്ടോ. പറയുകയാണെങ്കിൽ ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്. എൻ്റെ പ്രൊഫൈലും എൻ്റെ വാളിലുള്ള എല്ലാ വീഡിയോസും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. മുസ്ലിമിനൊക്കെ നിശ്ചിതമായിട്ട് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതല്ല. ബൈ.